വിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ രണ്ടാമത്തെ പത്തായ പാപമോചനത്തിന്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപമോചനം എന്നുള്ളത്. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയ, ഗതകാല ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ അല്ലാഹു തആല മാപ്പ് ചെയ്ത് ജീവിതം, ആത്മാവ് എല്ലാം വിമലീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പൂർണ്ണമായും തൃപ്തരായ ഹൃദയവുമായി, മനസ്സുമായി, ആത്മാവുമായി, നഫ്സുമായി എത്തിപ്പെടാൻ വേണ്ടിയാണ് വിശ്വാസി പരിശ്രമിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള രണ്ട് വഴികൾ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയിലും ഖുതുബയ്ക്ക് നാം കേൾക്കുന്ന ഒരായത്ത്, ആ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരണോ എങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ആയത്ത് പ്രകാരമാണ്: യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. സുബഹിക്ക് നാം ഓതിയ ആയത്താണ്. ഇതാണ് ഖുതുബയ്ക്ക് നാം എപ്പോഴും കേൾക്കുന്നത്. സുബഹിയുടെ ആദ്യ റക്അത്തിൽ ഓതിയ രണ്ടാമത്തെ ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പാപങ്ങൾ പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി തഖ്വയാണ്. എന്താണ് തഖ്വ? അറബിയിലെ വഖ എന്ന വാക്കിൽ നിന്നാണ് തഖ്വ എന്ന വാക്കുണ്ടായത്. വഖ എന്ന അറബിയിൽ പറഞ്ഞാൽ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, കാവൽ നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. എന്തിൽ നിന്ന് സൂക്ഷിക്കണം? തന്റെയും തനിക്ക് ഭയമുണ്ടാക്കുന്ന കാര്യങ്ങളുടെയും ഇടയിൽ സംരക്ഷണം ഏർപ്പെടുത്തുക. അതാണ് തഖ്വ എന്ന് പറയുന്നത്. തനിക്ക് ഭയമുണ്ടാക്കുന്ന കാര്യം, അതായത് തന്റെ ശരീരത്തിന് ദോഷകരമായ കാര്യങ്ങളുടെയും ഇടയിൽ സംരക്ഷണം ഏർപ്പെടുത്തുക. അതായത് അള്ളാഹുവിന്റെ അസാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് തഖ്വ. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുകയും എന്തെല്ലാം തിന്മയായ കാര്യങ്ങളുണ്ടോ ആ തിന്മയായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് തഖ്വ. ഇതാണ് അല്ലാഹു തആല ആദ്യം പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. അതായത് നിങ്ങളുടെ ആത്മാവിനും നിങ്ങളുടെ നഫ്സിനും നിങ്ങളുടെ ശരീരത്തിനൊക്കെ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. ഒന്ന്. രണ്ടാമത് അല്ലാഹു തആല പറയുന്നത് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സദീദായ വാക്ക് പറയണം. സദീദായ വാക്കെന്ന് പറഞ്ഞാൽ അതിന് മഹാപണ്ഡിതന്മാർ പല അർത്ഥങ്ങളും പറയുന്നുണ്ട്. ഒന്നാമത്തെ അർത്ഥം ഖൗലൻ ഹഖ, സത്യമായ വാക്ക് പറയണം. സത്യമായ വാക്ക്, അതാണ് സദീദായ വാക്ക്. രണ്ടാമത് പണ്ഡിതന്മാർ അതിന് പറയുന്ന അർത്ഥം ഖൗലൻ സ്വവാബ, തെറ്റില്ലാത്ത ശരിയായ വാക്ക്, അതാണ് സദീദായ വാക്ക്. തെറ്റില്ലാത്ത ശരിയായ വാക്ക്, സ്വവാബായ വാക്ക്. മൂന്നാമത് പണ്ഡിതന്മാർ അതിന് പറയുന്ന അർത്ഥം ഖൗലൻ അദ്ല, അന്യായമില്ലാത്ത നീതിയുടെ വാക്ക്, ന്യായത്തിന്റെ വാക്ക്, അതാണ് സദീദായ വാക്ക്. നാലാമത് പണ്ഡിതന്മാർ അതിന് പറയുന്ന അർത്ഥം ഖൗലൻ മുസ്തഖീമ, നേരായ വാക്ക്. ഖൗലൻ മുസ്തഖീമ, നേരായ വാക്ക്, അതാണ് സദീദായ വാക്ക്.
അഞ്ചാമത് പണ്ഡിതന്മാർ പറയുന്ന അർത്ഥം ഖൗലൻ ലാ കദിബ ഫീഹി വലാ ബാത്തിൽ, അതായത് വ്യാജമോ കള്ളമോ അല്ലാത്ത വാക്ക്. ചുരുക്കത്തിൽ സത്യസന്ധവും നീതിപൂർവവും ന്യായവും വ്യാജമല്ലാത്തതുമായ വാക്കുകളാണ് സദീദായ വാക്ക്. അല്ലയോ മുഅ്മിനീങ്ങളെ, ഈ പറയപ്പെടുന്ന വാക്കുകൾ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ചൊവ്വാക്കി തരികയും അത് സ്വീകരിക്കുകയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അപ്പൊ തഖ്വയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സദീദായ നല്ല വാക്കാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ഖുത്ബയ്ക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, അത് കേൾക്കുമ്പോഴെല്ലാം നമ്മൾ സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മള് സമ്മതിക്കുക, നമ്മൾ സമ്മതിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമയ്യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, അവൻ ഗംഭീര വിജയമാണ് നേടിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുക. അപ്പോ മഗ്ഫിറത്തിന്റെ 10 നാളെ കൊണ്ട് അവസാനിക്കും. ഇന്ന് 19ാമത്തെ നോമ്പല്ലേ, നാളെ മഗ്രിബോടുകൂടി മഗ്ഫിറത്തിന്റെ 10 അവസാനിക്കും. അപ്പൊ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ഞാൻ നിങ്ങളും അല്ലാഹുവിനെ സൂക്ഷിച്ച് സദീദായ വാക്ക് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് ഇപ്പോൾ ജനിച്ചു വീണ കുട്ടിയെ പോലെ പരിശുദ്ധരായി അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു